തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഉൾപ്പെടെ ചർച്ചയാക്കാനാണ് യുഡിഎഫിന്റെ ശ്രമം. എന്നാൽ ഏപ്രിൽ മാസം കഴിയുന്നതോടെ എല്ലാ മാസവും പെൻഷൻ നൽകാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് എൽഡിഎഫ് നേതാക്കൾ വോട്ടർമാരുമായി പങ്കുവയ്ക്കുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം ഓരോ ദിവസവും ഇങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളാൽ കലുഷിതമാണ്. അതോടൊപ്പം തന്നെയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം യുഡിഎഫ് തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കൊണ്ടുവരുന്നത്. എങ്ങനെയാണ് എൽഡിഎഫിന്റെ ഒരു പ്രതിരോധം? ലബീഷ്, ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊപ്പം വാഗ്ദാനങ്ങളുടെ പെരുമഴ കൂടി ചൊരിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നമുക്ക് സംസ്ഥാനത്ത് ഒട്ടാകെ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറയാൻ കഴിയും. കാരണം LDF സർക്കാരാകട്ടെ കഴിഞ്ഞ 7.5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഓരോന്നോരോന്നായി എണ്ണിപ്പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജനോപകാരപ്രദമായ പദ്ധതികൾ ഇങ്ങനെ ഓരോന്നോരോന്നായി പറയുന്നെങ്കിൽ പോലും ചില കാര്യങ്ങളിലെ വീഴ്ചകൾ അത് കൃത്യമായി UDF കണ്ടെത്തുകയും അതിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും, പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ നൽകിയിട്ട് ഏകദേശം 7 മാസം കഴിയുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് 1 മാസത്തെ പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏപ്രിലോടുകൂടി 2 മാസത്തെ പെൻഷനും ഏപ്രിൽ മാസം കഴിയുന്നതോടുകൂടി എല്ലാ മാസവും ക്ഷേമ പെൻഷൻ ആളുകളുടെ കയ്യിൽ എത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് തന്നെയാണ് LDF സർക്കാർ ഒരു വിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അത് എത്ര കണ്ട് മുന്നോട്ട് പോകും എന്നുള്ള കാര്യമൊക്കെ അത് പിന്നീട് നോക്കിക്കാണേണ്ടതാണ്. കാരണം അത്തരത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് സംസ്ഥാനം പോകുന്നത്. UDF ആകട്ടെ ഇതിനെല്ലാം ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള പ്രത്യാരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ളവയ്ക്കുള്ള കാരണം സർക്കാരിന്റെ ധനം കൈവിട്ടുള്ള കളി, അതായത് അനാവശ്യമായി പൈസ ചിലവിടുന്നു, ദൂർത്തടിക്കുന്നു എന്ന തരത്തിലേക്കുള്ള പ്രത്യാരോപണങ്ങൾ UDFും ഉന്നയിക്കുന്നു. BJP ആകട്ടെ കേന്ദ്ര സർക്കാരിന്റെ ഇതുവരെയുള്ള ഓരോ വികസന പ്രവർത്തനങ്ങളും മോദിയുടെ ഗ്യാരണ്ടി എന്ന ആ സ്ലോഗൻ, ആ മുദ്രാവാക്യത്തിൽ മുറുകെ പിടിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികളാണ് സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ എല്ലാ മുന്നണികളും ശക്തമായി കടുത്ത പ്രചാരണവുമായി രംഗത്തെത്തുമെന്ന് നമുക്ക് തന്നെ പറയാൻ കഴിയും. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരത്ത് കാണാൻ കഴിയുന്നത് പല സ്ഥലങ്ങളിലും UDF അല്പം ഒന്ന് പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും, പിന്നോട്ട് പോയെന്നല്ല, അവരത് അവസാന ഘട്ടങ്ങളിലാണ് UDFന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പും ഒരു ബഹളവുമൊക്കെ. നേതാക്കന്മാർ ആരോപണങ്ങളുമായൊക്കെ രംഗത്ത് എത്തിക്കു കഴിഞ്ഞിരിക്കുന്നു. വിവിധ വേദികളിലൊക്കെ ശക്തമായ പ്രസംഗം ഒക്കെ ഉണ്ട്. അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ LDFും NDAയും BJPയും എല്ലാം തന്നെ കൃത്യമായി പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. അതിന്റെ ഒരു ചൂരും ഒക്കെ നമുക്ക് ഇപ്പോൾ കാണുവാൻ കഴിയും സംസ്ഥാനത്തൊട്ടാകെ. പ്രത്യേകിച്ചും NDA അവകാശപ്പെടുന്നത് കേരളത്തിലെ 5 ഇടങ്ങളിൽ ആണ് ത്രികോണ മത്സരത്തിനുള്ള സാധ്യത. തിരുവനന്തപുരം, ഒപ്പം ആറ്റിങ്ങൽ, തൊട്ടു പിന്നാലെ പത്തനംതിട്ട, തൃശ്ശൂര്, പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം നടക്കുമെന്ന് പറയുമ്പോഴും അവർ മറ്റൊരു കാര്യം കൂടി പറയുന്നു. ആലപ്പുഴയിലും ഒരു ശക്തമായ മത്സരത്തിന്റെ സാധ്യത തള്ളിക്കളയുന്നില്ല. AICC ജനറൽ സെക്രട്ടറി കൂടിയ KC വേണുഗോപാലും മുൻ MP ആരിഫും എല്ലാം മത്സരിക്കുന്ന മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രന് ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിയും, അത്തരത്തിൽ വോട്ടുകൾ കൈയടക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ അവിടെയും വെച്ച് പുലർത്തുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ LDFും ശക്തമായി പ്രചാരണ രംഗത്തേക്ക് എത്തും എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു തീരദേശത്താണ്, പ്രത്യേകിച്ചും ശംഖുമുഖം, കടപ്പുറം തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ വളരെ വലുതാണ്. കാരണം ഇവരുടെ പുനർഗേഹം ഉൾപ്പെടെയുള്ള പദ്ധതികൾ കൃത്യമായി പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നൊരു ആരോപണമുണ്ട്. ഒപ്പം ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തിയിട്ടില്ല, ആ പാക്കേജുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എങ്കിൽ പോലും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന സമര പരിപാടികളിൽ കേസെടുത്തവരുടെ കേസുകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് പിൻവലിക്കുകയും ചെയ്തു. അത് തീരദേശ മേഖലയിലുള്ള ആളുകൾ ഒരു ആശ്വാസമായി LDF സർക്കാരിന്റെ പിന്തുണ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ LDFനുമുണ്ട്. എന്തായാലും അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ നിരവധിയായതുകൊണ്ട് അവ കാര്യമായി പരിഗണിക്കാൻ അല്ലെങ്കിൽ അത് പരിഹരിക്കുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നൊരു ആരോപണം UDFും